സൂര്യനെ കൊണ്ടുവരാൻ. ജിബ്രീലിനെ വിളിച്ചു, അയ്ന ജിബ്രീൽ, എവിടെ ജിബ്രീൽ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പേടിച്ചരണ്ട റബ്ബിന്റെ മുമ്പിലേക്ക് സൂര്യനെ കൊണ്ടുവാ. ഇന്നത്തെ സൂര്യനെ കൊണ്ടുവരും. 20 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഈ അത്ഭുത ഗോളത്തെ നാളെ കൊണ്ടുവരും. എത്രയെന്നറിയോ അതിന്റെ വിസ്തൃതി? ഇന്നത്തെ ഈ സൂര്യൻ 20 ലക്ഷത്തോളം ഇതുപോലത്തെ ഭൂമികളെ വിഴുങ്ങാൻ ശേഷിയുള്ളതാണ്. ഇതേ സൂര്യനെ 360 മടങ്ങ് വലിപ്പം കൂട്ടും പടച്ച തമ്പുരാൻ. ജിബ്രീലിനോട് പറയും 360 മടങ്ങ് വലിപ്പത്തിലാക്കിയിട്ട് സൂര്യനെ കൊണ്ടുവരാൻ പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലും. 360 ഇന്നത്തേതിന്റെ മടങ്ങ് വലിപ്പത്തിൽ എത്തിച്ചിട്ട് 360 വട്ടക്കണ്ണികൾ ഉണ്ടാകും, ചുണ്ടുകൾ ഉണ്ടാകും. അതിന് ആ ചുണ്ടുകളിലായി 360ഓളം കടിഞ്ഞാലുകളുണ്ട്. ആ കടിഞ്ഞാണുകളിൽ ആയിരക്കണക്കിന് മലക്കുകൾ വലിച്ചിട്ട് ഈ സൂര്യനെ കൊണ്ടുവരും. മനുഷ്യന്റെ തലയ്ക്ക് മുകളിലൂടെ കൊണ്ടുവരും. എല്ലാവരും ആ സൂര്യന്റെ ജ്വാലയുടെ അടിയിൽ ഒരു പന്തല് തീർത്തതുപോലെ സൂര്യൻ വന്നു നിറഞ്ഞു നിൽക്കും. എന്റെ പ്രിയപ്പെട്ട ആ സൂര്യൻ നിൽക്കുമ്പോ ആ സൂര്യൻ വരുന്നത് തന്നെ പടച്ച തമ്പുരാനോട് സുജൂദ് ചെയ്തിട്ടാ. നമുക്ക് കാണാൻ നാളെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വരും. അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന രീതിയിൽ ഈ സൂര്യനെ കൊണ്ടുവന്നു നിർത്തും. ഉടനെ സൂര്യനോട് അല്ലാഹു തആല ചോദിക്കും, 3/4 ഭാഗവും ഈ ഭൂമിയിലെ അധമ മനുഷ്യ മക്കൾ സൂര്യനെ ദേവനയാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൽക്കണം അവിടെ. പടച്ച തമ്പുരാൻ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ മിണ്ടാതെ പേടിച്ചരണ്ട് നിൽക്കുമ്പോ സൂര്യനെ കൊണ്ടുവരാൻ. ജിബ്രീലിനെ വിളിച്ചു, അയ്ന ജിബ്രീൽ, എവിടെ ജിബ്രീൽ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പേടിച്ചരണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് സൂര്യനെ കൊണ്ടുവാ. ഇന്നത്തെ സൂര്യനെ കൊണ്ടുവരും. 20 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഈ അത്ഭുത ഗോളത്തെ നാളെ കൊണ്ടുവരും. എത്രയെന്നറിയോ അതിന്റെ വിസ്തൃതി? ഇന്നത്തെ ഈ സൂര്യൻ 20 ലക്ഷത്തോളം ഇതുപോലത്തെ ഭൂമികളെ വിഴുങ്ങാൻ ശേഷിയുള്ളതാണ്. ഇതേ സൂര്യനെ 360 മടങ്ങ് വലിപ്പം കൂട്ടും പടച്ച തമ്പുരാൻ. ജിബ്രീലിനോട് പറയും 360 മടങ്ങ് വലിപ്പത്തിലാക്കിയിട്ട് സൂര്യനെ കൊണ്ടുവരാൻ പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലും. 360 ഇന്നത്തേതിന്റെ മടങ്ങ് വലിപ്പത്തിൽ എത്തിച്ചിട്ട് 360 വട്ടക്കണ്ണികൾ ഉണ്ടാകും, ചുണ്ടുകൾ ഉണ്ടാകും. അതിന് ആ ചുണ്ടുകളിലായി 360ഓളം കടിഞ്ഞാലുകളുണ്ട്. ആ കടിഞ്ഞാണുകളിൽ ആയിരക്കണക്കിന് മലക്കുകൾ വലിച്ചിട്ട് ഈ സൂര്യനെ കൊണ്ടുവരും. മനുഷ്യന്റെ തലയ്ക്ക് മുകളിലൂടെ കൊണ്ടുവരും. എല്ലാവരും ആ സൂര്യന്റെ ജ്വാലയുടെ അടിയിൽ ഒരു പന്തല് തീർത്തതുപോലെ സൂര്യൻ വന്നു നിറഞ്ഞു നിൽക്കും. എന്റെ പ്രിയപ്പെട്ട ആ സൂര്യൻ നിൽക്കുമ്പോ ആ സൂര്യൻ വരുന്നത് തന്നെ പടച്ച തമ്പുരാനോട് സുജൂദ് ചെയ്തിട്ടാ. നമുക്ക് കാണാൻ നാളെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വരും. അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന രീതിയിൽ ഈ സൂര്യനെ കൊണ്ടുവന്നു നിർത്തും. ഉടനെ സൂര്യനോട് അല്ലാഹു തആല ചോദിക്കും, 3/4 ഭാഗവും ഈ ഭൂമിയിലെ അധമ മനുഷ്യ മക്കൾ സൂര്യനെ ദേവനയാക്കും, ദേവനാക്കും, അഭയമാക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാക്ക്, യാ ശംസ് ഹൽ അൻതി അമർതി ഇബാദി ലിസുജൂദി. അപ്പോഴും അല്ലാഹ് വെളിവായിട്ടില്ല. അല്ലാഹ് വെളിവാകാതെ സൂര്യനോട് ചോദിക്കേ, എന്റെ അടിമകളെ നിന്നെ ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നോ? സൂര്യൻ പറയും, കൈഫ, പടച്ച തമ്പുരാനെ ഞാൻ എങ്ങനെ പറയും? വനഫിൽ ഉബൂദിയ, ഞാൻ നിന്റെ അടിമയാണ്. നിന്റെ അടിമയായി കഴിഞ്ഞവനാണ് ഞാൻ, കഴിഞ്ഞവളാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ എങ്ങനെ നിന്റെ അടിമകളോട് എന്നെ ആരാധിക്കാൻ പറയാ? ഞാൻ പറഞ്ഞിട്ടില്ല പടച്ച തമ്പുരാനെ, ഞാൻ അറിയാതെ അവർ ചെയ്തവരാണ്. അന്ന് ഈ സൂര്യനെ അഭയമാക്കി ദേവമാക്കി കൊണ്ട് നടന്നവര് മുഴുവനും അവിടെ വെച്ച് അന്താളിച്ചുകൊണ്ട് തകർന്നു വീഴും. എന്റെ പ്രിയപ്പെട്ടവർ, ഉടനെ ആ സൂര്യന് ഇന്നത്തേതിന്റെ 70 ഇരട്ടി പവർ കൊടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വരും. ഇന്നത്തെ സൂര്യന്റെ 70 ഇരട്ടി പവർ കൊടുക്കാൻ, ചൂട് കൊടുക്കാനുള്ള നിർദ്ദേശം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഇന്നത്തെ സൂര്യന്റെ 22 കോടിയിൽ ഒരംശമാണ് നമുക്കിവിടെ 40 ഡിഗ്രി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യന്റെ 22 കോടിയിൽ ഒരംശം താപമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും കഠിന ചൂടായ ഇപ്പൊ അനുഭവിക്കുന്ന 40 ഡിഗ്രി ചൂട്. ഇതിനെ തലയ്ക്ക് മുകളിൽ കത്തിച്ചിടും. ഇതിന്റെ 70 ഇരട്ടി ചൂട്. അപ്പൊ ചോദിക്കും, അബൂറബി മൗലവി, അപ്പൊ പിന്നെ പൊട്ടി കരിഞ്ഞ് തകർന്നു പോകും. ഒരു തകർച്ച ഉണ്ടാവൂല. ഇത് മസ്റയ, ഇവിടുത്തെ കോലവും പ്രകൃതി രീതിയൊക്കെ അല്ലാഹു തആല മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ അള്ളാഹ്ക്ക് ഒരുക്കാൻ കഴിയെങ്കിലേ അതും അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹുടെ മുത്തുനബി പറഞ്ഞെന്താണെന്നറിയോ ആ സൂര്യനെ സംബന്ധിച്ച്? അള്ളാഹുടെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലൗ മദ്ദ അഹദു യദഹു ലനാലഹ, ആരെങ്കിലും അവന്റെ കൈ ഒന്ന് ഉയർത്തിയാൽ ആ ഉയർത്തുന്ന കൈ നേരെ ചെന്നിട്ട് സൂര്യനിൽ തട്ടും.
നബി പറഞ്ഞ വാക്ക, എന്റെ വാക്കല്ലത്. ഒരു ജാൻ അകലെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആധികാരികത തോന്നൂല. അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിച്ചു, ലൗ മദ്ദ അഹദുൻ യദഹു, ആരെങ്കിലും അവന്റെ കൈയൊന്ന് നീട്ടിയാൽ ഇലാ നാലഹ, ഈ സൂര്യനിലേക്ക് ചെന്ന് തട്ടുന്ന തരത്തിൽ അല്ലാഹു തലയ്ക്ക് മുകളിൽ കത്തിച്ചു പൊക്കും ഈ സൂര്യനെ. ഒരാളും വെള്ളത്തിന് വേണ്ടി ദാഹിക്കാതെ നിലകൊള്ളൂല. എന്റെ പ്രിയപ്പെട്ടവരെ, വിയർത്ത് 70 മുഴത്തോളം വിയർപ്പ് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങും. ആ ഭൂമി ഈ ഭൂമിയല്ല, ഈ ഭൂമിയുടെ അവസ്ഥയൊക്കെ മാറ്റും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദുൽ ഖഹ്ഹാർ. ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിക, ചെളിയില്ലവിടെ, മണലില്ലവിടെ, കല്ലില്ലവിടെ, ചെളികളില്ല, കുഴികളില്ല, കുണ്ടുകളില്ല, വളവുകളില്ല, ചരിവുകളില്ല, കയറ്റങ്ങളില്ല. അങ്ങനത്തെ ഒരു ഭൂമിക, ഒരു പുതിയ ഭൂമിക തീർക്കും ഇവിടെ. വെള്ള ഭൂമിക, അങ്ങനത്തെ ഒരു ആകാശം പടയ്ക്കും. നക്ഷത്രങ്ങളുണ്ട് അവിടെ. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇത് അന്നത്തെ സൂര്യനെ പറയേ ഒക്കെ ഉണ്ടാവും അന്ന്. ആകാശം ഉണ്ടെന്ന്, ഈ ആകാശം അല്ലെന്ന് മാത്രം. ഇതൊക്കെ പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന്, എല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, അധികം വിവരിക്കാൻ നേരമില്ല. അപ്പോ ഈ സൂര്യന്റെ ചുവട്ടിൽ എല്ലാരും ഒരുപോലെ വിയർപ്പി കുളിക്കൂല. ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത പാപത്തിനനുസരിച്ച് അവിടെ വിയർക്കാൻ. ഇവിടെ പാപം പ്രവർത്തിച്ച് വിയർത്തതിനനുസരിച്ച് അതിന്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് ഓരോരുത്തരും ആ വിയർപ്പിന്റെ ദുർഗന്ധവും ആ വിയർപ്പിന്റെ കളറും ഒക്കെ കണ്ടറിയാം. ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, ഇവൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഇവൻ മോഷണം നടത്തിയിട്ടുണ്ട്, ഇവൻ അക്രമം ചെയ്തിട്ടുണ്ട്, ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവ ഉമ്മയെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കും. ആ വിയർപ്പിൽ നിന്ന് തിരിയുന്ന തരത്തിൽ ഓരോരുത്തരും വിയർത്തും. അതാ മുത്തനബി പഠിപ്പിച്ചത്. ചിലരുടെ കാൽപാദം മാത്രം വിയർത്തും, ചിലരോ വിയർപ്പ് കൊണ്ട് മൂക്ക് കയറിടപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാ ആ വിയർപ്പിൽ മുങ്ങിത്താന്ന് നിലയില്ലാതെ ഉയർന്ന അസഹ്യതയോടെ പൊങ്ങും, വീണ്ടും മുങ്ങിത്താരും, വീണ്ടും പൊങ്ങും. ഒരു കൂട്ടർ അങ്ങനെ, മറ്റൊരു കൂട്ടരോ പാദം പോലും നനയാത്ത തരത്തിൽ മറ്റൊരു കൂട്ടരെ. ഇവിടെ ആർക്കും വെള്ളമില്ല, ഇവിടെ ആർക്കും ഭക്ഷണമില്ല, ഇവിടെ ആർക്കും വിശ്രമമില്ല, ഇവിടെ ആർക്കും കരുണയില്ല. ആകെ ഞെരിച്ചു പൊട്ടുന്ന മസറയില്ല. ആർക്കെങ്കിലും വെള്ളം കിട്ടുമെങ്കിൽ അല്ലാഹു വരദാനമായി കൊടുത്ത മുത്തുമക്കളെ ദുനിയാവിൽ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കെ ആ മക്കള് പ്രായമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ ആ മക്കള് മരണപ്പെട്ടു. അങ്ങനെ മക്കള് മരിച്ച ബാപ്പമാരുണ്ടെങ്കിൽ, അങ്ങനെ മക്കള് മരിച്ച ഉമ്മമാരുണ്ടെങ്കിൽ, ആ മക്കളുടെ അല്ലാഹു തിരിച്ചെടുത്ത പ്രതീക്ഷിത കരള് പറിക്കുന്ന വിയോഗത്തിൽ അല്ലാഹുക്ക് വേണ്ടിയെല്ലാം സഹിച്ച് ക്ഷമിച്ച് ആ മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചുവട്ടിൽ സ്വർഗത്തിലെ കൂജകളിൽ സ്വർഗത്തിലെ വെള്ളം നിറച്ചിട്ട് ഈ സ്നേഹവാത്സല്യമുള്ള പ്രിയപ്പെട്ട മക്കൾ, എന്റെ ഉമ്മ എവിടെ, എന്റെ പൊന്നുവാപ്പ എവിടെ എന്നന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നിട്ട്, എന്റെ പൊന്നുപ്പാ വെള്ളം കുടിക്കേ, ഞാൻ നിങ്ങളുടെ മകനാണ്, എന്റെ പൊന്നുമാക്ക് എന്നെ ഓർമ്മയുണ്ടോ, എന്റെ ഉമ്മ എന്നെ താലോലിച്ച് വളർത്തിയത് ഓർമ്മയുണ്ടോ, എന്റെ ഉമ്മച്ചാട പൂന്നമുത്തായ മുത്തുമോനാണ്, എന്റെ ഉമ്മ ദാഹിച്ചു നിൽക്കുന്നു, എന്റെ പൊന്നുമ്മ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രായപൂർത്തി തികയാതെ അല്ലാഹു ദുനിയാവിൽ എന്ന കരള് പറിക്കുന്ന വേദനയോടെ മാതാപിതാക്കളിൽ നിന്ന് തിരിച്ചെടുത്ത കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടുവന്നിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനല്ലാതെ അതിനപ്പുറം ഒരു വെള്ളവും എവിടെയുമില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ മാതാപിതാക്കൾ അത്തരത്തിലുണ്ട്. മജ്‌ലിസിലുണ്ട് നവാസ് എന്ന സഹോദരനടക്കം. ഞാൻ ഓർത്തു പോകുന്ന വല്ലാത്ത ദുഃഖമല്ലേ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പരീക്ഷണമല്ലേ പ്രിയപ്പെട്ടവരെ. തെക്കൻ കേരളത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ, ഞാൻ ജോലി നോക്കുന്ന കടുവൈ പള്ളിയുടെ സമീപത്തുള്ള കടുവയിൽ ഷാജഹാ മൗലവി എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചിലക്കൂര് പള്ളിയിലെ ഇമാമായ നല്ല അനുഗ്രഹീത സഹോദരനാണ് കടുവയിൽ ഷാജഹാ മൗലവി. അദ്ദേഹത്തിന്റെ 18 വയസ്സുള്ള പ്രിയപ്പെട്ട മകൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് വെള്ളത്തിൽ വീണ് മരണപ്പെടുന്നു. ആ പൊന്നമോന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കേ പ്രിയപ്പെട്ട ഉമ്മ ആ മകന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട്, എന്റെ പൊന്നുമോനെ, മുത്തല്ലിമായിരിക്കല്ലേ നീ മരിച്ചത്, എന്റെ മോൻ പോകുന്നതിൽ ഉമ്മാക്ക് പ്രയാസമില്ല, ഉമ്മാക്ക് വിഷമമില്ല, എന്റെ മുത്തുമോൻ പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ, ആ സ്വർഗത്തിൽ നാളെ മസ്റയിൽ ഈ ഉമ്മാനെ കാത്തെന്റെ പൊന്നുമോൻ നിൽക്കണേ.
എന്ന് പറഞ്ഞ് സ്വന്തം മകന്റെ കഫം പൊതിഞ്ഞിരിക്കുന്ന ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സഹിച്ചുകൊണ്ട് സലാം പറഞ്ഞ പ്രിയപ്പെട്ട 18 വയസ്സുള്ള അർഷാദിന്റെ പൊന്നുമ്മ പ്രിയപ്പെട്ടവര്, ഇതേപോലെ അള്ളാഹുവിന്റെ ഖലാ സഹിച്ച ഒരുപാട് മാതാപിതാക്കൾക്ക് അവരുടെ പ്രായം തികയാത്ത മക്കളിലോട് നാളെ മസ്റയിൽ അവർക്ക് വെള്ളം എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി